അപ്പോൾ വിഷനെക്കുറിച്ച് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഐയുടെ സ്ട്രക്ചർ മുതൽ ഐൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകളും അതിൻ്റെ ഉള്ളിലെ കെമിസ്ട്രിയും ഒക്കെ കറക്റ്റായിട്ട് പഠിച്ച് അത് കഴിഞ്ഞ് നമ്മൾ അതിൽ വരുന്ന തിയറീസ് ഓഫ് വിഷൻ വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി നമ്മൾ പഠിക്കാതെ പോയ ഒരു കാര്യം അല്ലെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഡിഫക്ട്സ് ഏതൊക്കെയാണ് ഐയെ ബാധിക്കുന്ന രോഗങ്ങൾ. പ്രധാനമായിട്ടും ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പഠിക്കുക എന്നല്ല, നമുക്കറിയാം, നമ്മൾ നിത്യജീവിതത്തിൽ കേൾക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. തിമിരം, അതേപോലെ അങ്ങനത്തെ നമുക്ക് തന്നെ പല ആളുകൾക്കുള്ള സാധാരണ വരുന്ന പ്രസ്ബയോപ്പിയ, അതേപോലെ ഹൈപ്പർമെട്രോപ്പിയ പോലെയുള്ള ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേരുകൾ അറിയുകയും ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് എല്ലാം ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മയോപ്പിയ, പ്രസ്ബയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം, കാറ്ററാക്റ്റ്, പിന്നെ കളർ ബ്ലൈൻഡ്നെസ്സും പിന്നെ നിക്ലോപ്പിയും. ഇതാണെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള മെയിൻ വിഷ്വൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പക്ഷേ ഇതല്ലാത്ത ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട്. ഡിഫക്ട്സ് മാത്രമല്ല, നമ്മുടെ വിഷ്വൽ പാത്ത് വേയിൽ തന്നെ ഓരോ ഭാഗത്ത് ലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഓരോരോ കണ്ണിനോരോരോ ഡിഫക്ട്സ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട്. നമുക്ക് പക്ഷേ എല്ലാം ഒന്നും പഠിക്കണ്ട. നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സിലബസിലുള്ളത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ നോർമൽ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ലൈറ്റ് കോർണിയ വഴി പാസ് ചെയ്തിട്ട് അതിൻ്റെ ഇമേജ് ലെൻസ് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ ഇമേജ് നോക്കുക, പുറത്തുനിന്ന് വരുന്നൊരു ലൈറ്റിനെ ലെൻസ് കടത്തി വിട്ടിട്ട് അതിനെ റെറ്റിനയിൽ, നമ്മൾ പറയാറുണ്ട് ഫോവേയിലാണ് കറക്റ്റായിട്ടെന്ന് പറയാറുണ്ട്, ഇതിൽ റെറ്റിനയിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഇമേജിനെ ഫോം ചെയ്യിക്കും. അപ്പോഴാണ് നമ്മളൊരു ഇമേജ് ക്ലിയർ ആണ് എന്ന് പറയാറ്. ഇതാണ് ഒരു നോർമൽ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഡിഫക്ട്സും ഒന്നും ഇല്ലാത്തൊരു ഐ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കറക്റ്റായിട്ട് ഇമേജ് ക്ലിയർ ആയിട്ട് നമുക്ക് വിഷൻ എന്ന് പറഞ്ഞൊരു സെൻസേഷൻ അവിടെ സാധ്യമാവുന്നുണ്ട്. ഇതാണ് നോർമലായി. ഇങ്ങനെ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ചില ഡിഫക്ട്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഡിഫക്ട്സ് ഓഫ് വിഷന് നമ്മൾ പറഞ്ഞു, നമ്മുടെ നോർമൽ ഫങ്ഷനിങ് ഓഫ് ഐയെ അഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്താവുന്നത്, വിഷൻ്റെ ഡിഫക്ട്സ് ആയിട്ട് മാറുന്നത് അല്ലേ. നോർമലി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു നോർമൽ ഐയുടെ ഫങ്ഷനിങ് അതുപോലെ നടക്കുന്നില്ല, അതിന് എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിഫക്ട്സ് ഓഫ് വിഷനിൽ ചെന്ന് എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ ചെന്ന് അവസാനിക്കും. അങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും മെയിൻലി 2 ടൈപ്സ് ഡിഫക്ട്സ് ആണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ടൈപ്സിൽ ഫസ്റ്റ് പറയുന്നത് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ്, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, നിയർ സൈറ്റഡ്നെസ് എന്നൊക്കെ പറയും. ഓക്കെ, രണ്ടാമത്തത് ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയും. ലോങ് സൈറ്റഡ്നെസ്. ഈ ഹൈപ്പർമെട്രോപ്പിയക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, ഹൈപ്രോപ്പിയ. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫക്ട്സ്. ആദ്യം നമുക്ക് നോക്കാം, ഈ ഒരു പിക്ചർ നോക്കാം. ഇതിൽ ഒരു കുട്ടി അടുത്തുള്ള പുസ്തകം വെച്ചിട്ട് ഒരു കയ്യിലൊരു ബുക്ക് വെച്ചിട്ട് വായിക്കുന്നുണ്ട്. പക്ഷേ വേറൊരു ചിത്രത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ ബാക്കിലുള്ള പിക്ചർ നോക്കുക, ഒരുപാട് ദൂരെയുള്ള ചിത്രമാണ്. പക്ഷേ ചിത്രം നല്ല ഒരുപാട് ദൂരെയുള്ളൊരു കാഴ്ചയാണ്, പക്ഷേ അത് ഭയങ്കര ബ്ലറായിട്ടാണ് കാണുന്നത് അല്ലേ. ഇതിൽ നിന്ന് തന്നെ എന്താണ് മയോപ്പിയ എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അടുത്തുള്ളത് നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് ആണ്. അതായത് നമുക്ക് നിയർ സൈറ്റഡ്നെസ്, നമുക്ക് അടുത്തുള്ളത് കാണാമെന്നാണ്. നിയർ സൈറ്റഡ്നെസ് അത് നമുക്ക് കാണാൻ പറ്റും, കാണാൻ പറ്റാതിരിക്കല്ല, അടുത്തുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ലോങ് ആയിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. ലോങ് ഡിസ്റ്റൻറ്റിൽ ഇരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലറായിരിക്കും, ഈ ഒരു പിക്ചർ പോലെ. ഓക്കെ, നമുക്ക് ആദ്യം മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് എന്താണെന്ന് നോക്കാം.
ഇതിൽ പറഞ്ഞു എ പേഴ്സൺ ക്യാൻ സീ നിയർ ബൈ ഒബ്ജെക്ട്സ് ക്ലിയർലി ആൻഡ് ഡിസ്റ്റിങ്ക്ട്ലി ബട്ട് കാനോട്ട് സീ ഫാർ അവേ ഒബ്ജെക്ട്സ് ക്ലിയർലി. സിമ്പിൾ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു പേഴ്സണ് നിയർലി ഉള്ള ഒബ്ജെക്ട്സിനെ വളരെ ക്ലിയർ ആയിട്ടും ഡിസ്റ്റിങ്ക്ട്ലി എന്താ പറയുക ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരാൾക്ക് കനോട്ട് സീ ഫാർ അവേ ഒബ്ജെക്ട്സ് ക്ലിയർലി. ഓക്കെ, ദൂരമുള്ളൊരു ഒബ്ജെക്ട്സിനെ ക്ലിയർലി സീൻ ചെയ്യാൻ കഴിയില്ല, അത് ബ്ലറായിട്ടായിരിക്കും കാണുക. ഇത് നമ്മൾ പലർക്കും അല്ലേ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്. ഡിസോർഡർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫക്ട്സ് ആണ്. ഓക്കെ, ഈ ഒരു മയോപിക് ഐ ആവുമ്പോൾ, മയോപിക് ഐ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതിനെ കാണാൻ പറ്റും, അകലെയുള്ളതിനെ കാണാൻ പറ്റില്ല, എപ്പോഴും അത് ഓർക്കണം. ഇങ്ങനെ മയോപിക് ഐയിൽ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയുടെ ഫ്രണ്ടിലാണ്. നമ്മൾ സാധാരണ റെറ്റിനയിൽ ഫോം ചെയ്യണം എന്നാണ് പറയാറ്. അപ്പോൾ റെറ്റിനയിൽ എത്തുന്നതിന് മുമ്പായിട്ട് റെറ്റിനയുടെ ഫ്രണ്ടിലായിട്ടാണ് ഇമേജ് ഫോമേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കാഴ്ച ബ്ലറായിട്ട് ക്ലിയർ അല്ലാതെ കാണുന്നത്. ഓക്കെ, ഇതുണ്ടാവാൻ 2 കാരണമാണ് മെയിൻലി ഉള്ളത്. അതിലൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലോങ്ങേഷൻ ഓഫ് ദ ഐബോൾ. നമ്മുടെ ഐബോൾ ഉണ്ടല്ലോ, അത് വലുതാവുക. അത് വലുതാവുന്നതിനനുസരിച്ച് ഇമേജ് നമ്മുടെ റെറ്റിനയുടെ മുമ്പിൽ തന്നെ ഫോം ചെയ്യും. അത് വലുതാവുമ്പോൾ കറക്റ്റായിട്ട് എന്താവില്ല, ആ ഒരു ലെങ്ത് കീപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് പോയിട്ട് റെറ്റിനയുടെ മുൻഭാഗത്തായിട്ട് ഫോം ചെയ്യും. അതാണ് ഒന്നാമത്, ഇലോങ്ങേഷൻ ഓഫ് ദ ഐബോൾ വലുതാവുക എന്നുള്ളത്. രണ്ടാമത്തത് ഡിക്രീസ് ഇൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ ലെൻസ്. നമ്മുടെ ഐയുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് കുറയുക. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നമ്മുടെ ലെൻസ് ഉണ്ടല്ലോ, ലെൻസിൻ്റെ സെൻട്രിൽ നിന്ന് ഈ ഒരു റെറ്റിനയിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയാം. ഇത് കുറയുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഇമേജ് ഫോമേഷൻ നടക്കുന്നത് മുമ്പിലായിട്ടാണ്. ഇതിങ്ങനെ കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുക എന്നുള്ളതാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെൻസിൻ്റെ ഒരു പ്രത്യേക ഇതാണ്. ഓരോ ലെൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തുണ്ടാകും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാകും. അതായത് അതിൻ്റെ ഡിഗ്രി, അതെങ്ങനെ ഒരു ലെൻസിനെ അതിലേക്ക് വരുന്ന ലൈറ്റിനെ ബെൻഡ് ചെയ്തിട്ട് കൺവേർജ് ചെയ്തിട്ടോ ഡൈവേർജ് ചെയ്തിട്ടോ ആ ഇമേജ് ഫോം ചെയ്യാനുള്ള ആ ഒരു ലെൻസിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ പി എന്നുള്ള അക്ഷരം കൊണ്ടാട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ ഓരോ ലെൻസിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവാറ്. നമ്മൾ ലെൻസിൻ്റെ പവർ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതിന് ലെൻസിൻ്റെ പവറാണ്. ഓക്കെ, അതെ. അപ്പോൾ ലെൻസിൻ്റെ പി ആണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഈ പി എന്ന് പറഞ്ഞാൽ പി കണ്ടുപിടിക്കുക 1/f ആണ്. 1/f. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1/f ആണ്. എന്ത്, പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ എഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ ഫോക്കൽ ലെങ്ത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ലെൻസിൽ നിന്ന് റെറ്റിനയിലേക്കുള്ള, ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് റെറ്റിന വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാറ്, ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയാറ്. ഈ ഒരു ഡിസ്റ്റൻസാണ് എഫ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിൻ്റെ മുമ്പിൽ, ഇത് കറക്റ്റായിട്ട് ഇമേജ് ഫോം ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ മുമ്പിലായിട്ട് ഇമേജ് ഫോമേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാറ്, അതിനെയാണ് നമ്മൾ നിയർ സൈറ്റഡ്നെസ് പറയാം. അപ്പോൾ ഈ എഫിൻ്റെ നീളം ഇവിടെ കുറവായിരിക്കും. അതാണ് ഒരു കാരണം. ഈ എഫിൻ്റെ നീളം കുറയാനുള്ള കാരണം, ഈ ലെൻസിന് അതിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ. ഈ ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഈ ലെൻസിൻ്റെ പവർ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ, ലെൻസിൻ്റെ പവർ കൂടുതലാണ് പറയാം. കാരണം ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കണ്ടോ, 1/f ആണ്, നേരെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല. അപ്പോൾ 1/f ആണെന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് കുറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് കുറയും, അല്ലെങ്കിൽ ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് കുറയും എന്നുള്ളതാണ്. അപ്പം നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ കൂടുതൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് കൂടും. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് കൂടുതലാകുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് സ്വാഭാവികമായിട്ടും കുറയും.
അങ്ങനെ കുറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞ എന്തുണ്ടാവുന്നത്, മുമ്പിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് കുറയുമ്പോഴാണെന്ന് പറഞ്ഞു. ഇത് കുറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസിന് സ്വന്തമായിട്ടൊരു പവറുണ്ട്. ആ പവറിനാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുക. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും ലെൻസിന്. ആ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫോക്കൽ ലെങ്ത്ത് കുറയും എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുമ്പിൽ വന്നിട്ട് ഫോം ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. ഇങ്ങനെ 2 കാരണങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത്. ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെക്സിൻ്റെ ലെൻസ് കോൺകേവ് ലെൻസ് യൂസ് ചെയ്യുക. അതിൻ്റെ അപ്രോപ്രിയേറ്റ് പവറുള്ള, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ പവർ ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മുടെ ലെൻസിനും ഒരു പവർ ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്പെക്സിൻ്റെ പവർ എത്രയെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ഈ ഒരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോക്കൽ ലെങ്ത്തിനെ കറക്റ്റ് ചെയ്യുന്ന, അത് കറക്റ്റായിട്ട് റെറ്റിനയിൽ പോയിട്ട് തന്നെ പതിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഫിസിക്സാണത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലെങ്ത് ഉണ്ടാവും. അത് ആ ഒരു ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പവറുള്ള എന്തായിരിക്കും, കോൺകേവ് ലെൻസ് ആയിരിക്കും. അപ്പോൾ ഓരോ ആളുകളിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ അനുസരിച്ച് പവറൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ലെൻസ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ ഉപയോഗിക്കുന്നത് കണ്ട വേറൊരാൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ കണ്ണിൻ്റെയും ലെൻസിൻ്റെയും പവർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പല രീതിയിലായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. അത് കറക്റ്റ് ചെയ്യാൻ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഒരു മയോപ്പിക്കായി കണ്ടോ, ഇതിൽ പിക്ചറിൽ നോക്കുക. ഇതിൽ ഇമേജ് ഫോക്കസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയുടെ ഫ്രണ്ടിലായിട്ട് കണ്ടോ, മുമ്പിൽ തന്നെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഇമേജ്. ഇതാണ് ഒരു മയോപ്പിക്കായി. ഇനി മയോപ്പിക്കായി റേ ഡയഗ്രാം കണ്ടാൽ ഇതിനെ എങ്ങനെ നമുക്ക് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കണ്ടോ, ഇത് ഈ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്പെക്സ്, അതിൻ്റെ ലെൻസാണ് കോൺകേവ് ലെൻസ് ഇവിടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ നേരത്തെ വന്ന് മുമ്പിൽ ഫോം ചെയ്യുന്ന ഈ ഇതിനെ നമ്മൾ ഡൈവേർജ് അല്ല കൺവേർജ് ചെയ്തിട്ട് തന്നെ അതിനെ കറക്റ്റായിട്ട് ഇമേജിനെ അടുത്ത റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യിക്കുകയാണ് ഈ ഒരു കോൺകേവ് ലെൻസ് ചെയ്യുന്നത്. ഓക്കെ, റേസ് ഫ്രം ഫാർ ഇതിന് വന്നിട്ട് കറക്റ്റായിട്ട് എവിടെ എത്തും, നമ്മുടെ റെറ്റിനയിൽ തന്നെ എത്തും. ഇതാണ് നമുക്ക് ഫസ്റ്റ് പറയാനുള്ള മയോപിക് അല്ലെങ്കിൽ മയോപ്പിയ, നിയർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞ രോഗം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. അപ്പോൾ ആദ്യത്തേത് കഴിഞ്ഞിട്ടോ, നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പിക്ചർ നോക്കുക. ഈ ഒരു പിക്ചറിൽ എന്താണ് ചെയ്യുന്നത്, ഒരാൾ അടുത്തുള്ളൊരു പുസ്തകം ക്ലിയർ ആവാത്തത് കൊണ്ട് ദൂരേക്ക് പിടിച്ചിട്ട് വായിക്കുന്നു. എന്നാൽ വേറൊരാളോ ദൂരെയുള്ളൊരു ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദൂരെയുള്ളത് ആൾക്ക് ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പിക്ചറിൽ ഈ ഒരു ടെലിവിഷൻ സ്ക്രീൻ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇപ്പോൾ ആൾ പിടിച്ചിരിക്കുന്ന മൊബൈലിലുള്ള പിക്ചേഴ്സൊന്നും ആൾക്ക് ക്ലിയർ അല്ല. അങ്ങനെ 2 ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൂരെയുള്ളത് നമുക്ക് കാണാൻ കഴിയും, അടുത്തുള്ളതിനെ കാണാൻ കഴിയില്ല. ഈ ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഇതിനെയാണ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ്. ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ്. ഫാർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ദൂരക്കാഴ്ച ഉണ്ട്, അതാണ് ഫാർ സൈറ്റഡ്നെസ്. പക്ഷേ അടുത്തുള്ളത് കാണാൻ കഴിയില്ല, അതിനെയാണ് ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നത് തന്നെയാണ് കേട്ടോ. ഇതിൽ നമ്മൾ പറഞ്ഞു, ഇതിന് നമുക്ക് വേറൊരു പേര്, മെഡിക്കൽ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഹൈപ്രോപ്പിയ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ പറഞ്ഞു ഈ ഒരു പേഴ്സണ്
see distant objects clearly and distinctly but cannot see nearby objects clearly. ദൂരെയുള്ളതിന് വളരെ ക്ലിയർ ആയിട്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും മനസ്സിലാക്കാനും കാണാനും കഴിയും, പക്ഷെ അടുത്തുള്ളതിനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല, അത് ബ്ലറായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇങ്ങനെ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് റെറ്റിനയുടെ ബാക്കിലാണ് ഇതിൻ്റെ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഐബോൾ വലുതാവണം, എല്ലാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐബോള് ചെറുതായിട്ടുണ്ടാവും, ഷോർട്ടൻ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ റെറ്റിനയുടെ പുറത്തായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അതുപോലെ ഈ ഫോക്കൽ ലെങ്ത്ത്, നമ്മുടെ ഫോക്കൽ ലെങ്ത്ത് ഇവിടെ കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അത് പുറത്ത് പോയിട്ട് നമുക്കറിയാം 1/f ആണ് ഇവിടെ ഫോക്കൽ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ പവർ കുറയുമ്പോൾ, ലെൻസിൻ്റെ പവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് കൂടും, അത് പുറത്ത് പോയിട്ട് ഇമേജ് ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ അത് ചിത്രത്തിലൊന്ന് നോക്കാം. ഈ ഒരു പിക്ചറിൽ ഇത് ഹൈപ്പർ മെട്രോപിക് ഐ ആണ് കണ്ടോ. ഇതിൽ 25 സെൻറ്റിമീറ്റർ എന്ന് കണ്ടില്ലേ, ഇതാണ് നിയർ പോയിൻ്റ്. ഓക്കെ, നിയർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ളതിനെ കാണാൻ കഴിയുന്നൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മുടെ മുമ്പിൽ ഒരു ബുക്ക് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഡിസ്റ്റൻസാണ് കറക്റ്റായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് 25 സെൻറ്റിമീറ്ററാണ്. ആ 25 സെൻറ്റിമീറ്റർ അകലത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ആവറേജ്, എല്ലാവർക്കും എന്നല്ല, ആവറേജ്, അതായത് നല്ല നോർമൽ ഐയുടെ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഹൈപ്പർ മെട്രോപിക്കിൽ ദൂരെയുള്ളതാണ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നത്, അടുത്തുള്ളതാണ് കാണാൻ കഴിയാത്തത്. അപ്പോൾ ഈ ഒരു ഇത് പോയിട്ട് ഫോം ചെയ്യുന്നത് കണ്ടോ, ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ റെറ്റിനയുടെ ബാക്കിലായിട്ടാണ് കണ്ടോ, പുറത്താണിത് വന്നിട്ട് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ഹൈപ്പർ മെട്രോപിക് ഐയിൽ ഒരു ട്രീയുടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് പുറത്താണ്, റെറ്റിനയും കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന്, നമ്മൾ നേരത്തെ കോൺകേവ് ലെൻസാണ് ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺവെക്സ് ലെൻസ് അപ്രോപ്രിയേറ്റ് പവറിൽ ഉപയോഗിക്കാം. ഹൈപ്പർ മെട്രോപിക് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെക്സിന് അത് കോൺവെക്സ് ആയിരിക്കും. കോൺകേവും കോൺവെക്സും കറക്റ്റായിട്ട് അറിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കോൺവെക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നത്, അതായത് ഒരു എന്താ പറയുക കോണിക്കൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് കോൺവെക്സ്. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത്, ഉള്ളിലേക്ക് കൊണ്ടുപോലെ ഇരിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺകേവ് എന്നാണ് പറയാറ്. അപ്പോൾ ഈ ഒരു ലെൻസ് കോൺവെക്സ് ലെൻസാണ്, അതിന് അപ്രോപ്രിയേറ്റ് പവർ ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കാറുള്ളത് കോണ്ടാക്ട് ലെൻസസ് ആണ്. കോണ്ടാക്ട് ലെൻസ് അറിയാലോ, നമ്മുടെ കണ്ണിൽ നമ്മൾ ലെൻസ് ഉപയോഗിക്കാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ കോണ്ടാക്ട് ലെൻസ് ആണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നമ്മുടെ കണ്ണിൽ വെക്കുമ്പോൾ അതിനനുസരിച്ച് കോൺവെക്സ് ആയിട്ടുള്ള ലെൻസുകളായിരിക്കും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ കോണ്ടാക്ട് ലെൻസുകൾ തന്നെ പല കളറിലൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, കണ്ണിലൊക്കെ വെക്കുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസുകളും ഉണ്ട്. അപ്പോൾ കോൺവെക്സ് ലെൻസുകൾ നല്ല കോണ്ടാക്ട് ലെൻസുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ഇതാണ് പറയാനുള്ളത്. വളരെ സിമ്പിളാണ്, കുറേ ടൈം എടുത്തുവെന്നേ ഉള്ളൂ, പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്, ഒന്നുമില്ല. ആദ്യത്തേത് രണ്ടും നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുള്ളത് രണ്ടും നേരെ ഓപ്പോസിറ്റാണെന്ന് മാത്രം. ആദ്യത്തേത് നിയർ സൈറ്റഡ്നെസ് ആണ്, അടുത്തുള്ളത് കാണാം, അകലെയുള്ളത് കാണാൻ പറ്റില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഫോം ചെയ്യുന്നതാണ്, റെറ്റിനയുടെ ഫ്രണ്ടിൽ വന്ന് ഫോം ചെയ്യുന്നതാണ്, അവിടെ കോൺകേവ് ലെൻസ് ഉപയോഗിക്കാം. പിന്നെ മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെറ്റിനയുടെ ബാക്കിൽ ഫോം ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ അകലെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ കോൺവെക്സ് ലെൻസോ അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസോ ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാനും പറ്റുന്നൊരു ഡിഫക്ട്സാണ്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഫക്ട്സുമാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തേത്.